പ്രണയത്താൽ വേദനിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഭീകരവേദനയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് അതിനെ ഫിലോസഫിക്കലായിട്ട് അതൊക്കെയാണോ വലിയ വേദന എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളത് ഏത് വേദനയും കടന്നു പോയാലേ നമുക്കത് അതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്. വേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് അത് കേൾക്കുന്ന ആൾക്ക് അന്ന് എന്തെങ്കിലും കടുങ്ങുകൈ ചെയ്യാൻ ശ്രമിച്ച ഒരാൾക്ക് ചിലപ്പോൾ ആ ഡിസിഷനിൽ നിന്ന് മാറാൻ സഹായിക്കുന്ന പവറേ അതിനുള്ളൂ. ഇതൊരു യൂണിവേഴ്സലി സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറി ഒന്നുമല്ല. ബട്ട് വി നീഡ് സം വൺ ടു സേ ദിസ് ടു us. നമ്മളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വന്നത് വന്നു എന്ന് പറയുന്നതിനേക്കാളും സുന്ദരമല്ലേ സാറിലുള്ള ഇതൊരു വേക്കപ്പ് കോൾ ആയിരിക്കാം. നീ ഈ പെയിനെ കൺവേർട്ട് ചെയ്യ്. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പുസ്തകം ആ ഒരു ഓർമ്മകളിൽ നിന്ന് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കും ഒരു ഡീപ്പ് ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനും മനസ്സിലാക്കുന്നത് എൻ്റെ മുമ്പിൽ വരുന്ന ആളോട് എനിക്ക് അയാളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. മറ്റേതെൻ്റെ ഫിലോസഫി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൗ ദാറ്റ് ഐ എം ഓൾസോ വൂണ്ടഡ്. ഈ നമ്മുടെ വൂണ്ടഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും അഡഡ് ആയി. അപ്പോൾ ആ ഗ്രൂപ്പിൽ അഡഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ഫിലോസഫി നമ്മളിങ്ങനെ സമയമെടുക്കും, വിൽ ബി ഫൈൻ. പക്ഷെ നമ്മൾ വിട്ടുപോകരുത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിടെയൊക്കെ ഡീപ്പ് പെയിൻ ഉണ്ടോ അതിനെ കൺവേർട്ട് ചെയ്ത മാസീവ് റിസൾട്ടാണ്. നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കോ. അയാൾ എന്നോട് കളിയാക്കി വിട്ട് എൻ്റെ പുറകിൽ ഞാൻ ഇറങ്ങിപ്പോയി, ഞാനൊരു സംരംഭകനായി, ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇപ്പം ഇങ്ങനെ നിങ്ങൾ എത്രയോ വാർത്തകൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം റിജക്റ്റ് ചെയ്യപ്പെട്ടു. അമിതാഭ് ബച്ചൻ സോ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കൊണ്ടുവരുന്നൊരു കാര്യത്തിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ തന്നെ കാണാം. ലോകം എത്ര മോശമാണ്. എനിക്കുള്ള നറുക്ക് വീണു. ദിസ് ഈസ് ദ ടൈം. ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കണം. കാരണം തോറ്റൊരാൾ ജയിക്കുന്നതിനേക്കാളും സുന്ദരമായിട്ട് വേറെ കാര്യമില്ലേ ഭൂമിയിൽ അല്ലേ? അതിപ്പോൾ പ്രണയത്തിൽ പരാജയപ്പെട്ട മനുഷ്യന് അതിൽ സുന്ദരമായൊരു പ്രണയം ഉണ്ടാവുകയും ആ പ്രണയത്തോടൊപ്പം ജീവിതം മുമ്പോട്ട് പോകുന്നതിനേക്കാളും മനോഹരമായ കാര്യം വേറെ ഇല്ല. സെക്കൻഡ് ചാൻസസ് എന്നൊക്കെ പറയുന്നത് അബ്സല്യൂട്ട്ലി. അത് ഈ പുഴയാകുന്ന പ്രണയം, അതിനകത്ത് കിടന്നൊരു മീൻ പിടിച്ച് കരക്കിടുന്നു, പടച്ച് അതിനൊന്നും ഇനി അവിടെ കര കിടന്ന് പടച്ച് ചാവാം. തിരിച്ച് പുഴയിലേക്ക് കയറണമെന്ന ലക്ഷ്യത്തോടെ അതിൻ്റെ ചാട്ടങ്ങൾ ഒന്ന് അലൈൻ ചെയ്താൽ അത് ഒരുപാട് പെടഞ്ഞിട്ടാണെങ്കിലും തിരിച്ചാ പുഴയിലേക്ക് വീഴുമ്പോൾ ഇറ്റ് വിൽ ബി ഹെവൻ മാൻ. ആ പുഴ പഴയതിനേക്കാളും സുന്ദരമായിരിക്കും. അത് പെടഞ്ഞെത്തിയവർക്ക് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ആ ഫിലോസഫിയിൽ ഇന്നും ഒരു മാറ്റമില്ല. ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ ബ്രേക്കപ്പ്, അവിടെയാണ് ഈശ്വരൻ നിങ്ങൾക്കൊണ്ട് കീറിയിരിക്കുന്നത്. അവൻ്റെ ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ട് അതിലൂടെ ഇറങ്ങിപ്പോയാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഒരുപാട് ഹോംവർക്ക്. ഈ പറയുന്ന പോലെ എളുപ്പമല്ല. ചിലർക്ക് 3 വർഷം എടുക്കും, ചിലർക്ക് 1 മാസം എടുക്കും, ചിലർക്ക് അത് ശീല കേസായിരിക്കും. ബട്ട് ഇപ്പോഴും പറയില്ല, ഈ മുറിവിലൂടെയാണ് പ്രകാശം വരുന്നതെന്ന് പറയാം.